ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നിതാ നമ്മളുടെ വെയ്റ്റ് ലോസിൻ്റെ 8ാമത്തെ ദിവസം. പതിപോലെ ജീര വാട്ടറൊക്കെ കുടിച്ചിട്ട് നമ്മളൊരു 30 മിനിറ്റ്സ് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോഴത്തേനും പിള്ളേരെ സ്കൂളിൽ പറഞ്ഞേക്കാനുള്ള ടൈമും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ആ തിരക്കിലായിരുന്നു. പിന്നെ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം ആയപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്തിരുന്ന സ്മൂത്തിയുടെ റെസിപ്പി ഒരുപാട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഇൻസ്റ്റൻ്റ് ഓട്സ് 3 ടേബിൾ സ്പൂൺ അളവിലും ചേർത്ത് കൊടുക്കുക. ഒരു റോബസ്റ്റ ബനാന, പിന്നെ 2 സോക്ക് ചെയ്തിട്ടുള്ള ഡേറ്റ്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നന്നായിട്ട് അരച്ചെടുക്കാൻ പറ്റും. ഇനി അങ്ങനെ വെറുതെ ഇടയ്ക്ക് കടിക്കാൻ കിട്ടണമെന്ന് ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് പ്ലെയിനായിട്ട് ഡയറക്റ്റ്ലി ചേർത്ത് കൊടുക്കാം. പിന്നെ ചിയ സീഡ് ഓൾറെഡി ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചിയ സീഡ് കുതിർക്കാതെയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്, നമ്മളുടെ സ്മൂത്തിക്ക് തിക്നെസ്സിന് ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം. പാൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ലോ ഫാറ്റ് മിൽക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എനിക്കത് പാൽ നിർബന്ധമില്ലാത്തത് കൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് സൺഫ്ലവർ സീഡും പംകിൻ സീഡും, ഇത് 2 ടീസ്പൂണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇടയ്ക്ക് കുടിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഈ ടൈമിൽ നിങ്ങൾക്ക് ആൽമണ്ട്സ് ഒരു 3-4 കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ട് ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വളരെ സിമ്പിളായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിങ്ങോട് കൂടിയുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ്. ഇപ്പോൾ തയ്യാറാക്കാത്തവർ തയ്യാറാക്കിയിട്ട് കുടിച്ചിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ 11 മണി സമയമായപ്പോൾ നമ്മളൊരു ഗ്ലാസ് സംഭാരം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ ഉച്ച സമയമായപ്പോൾ നമ്മൾ ഡയറക്റ്റ്ലി ലഞ്ചിനോട്ട് വന്നപ്പോൾ ചോറിൻ്റെ അളവ് ഇത്രയും കൂടി ഞാൻ കുറച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. സാധാ നമ്മൾ ഒരു തവി കഴിക്കുന്നതിൽ നിന്ന് ഒരു 3/4 തവി ഒരു ഇതിനാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ വഴുതനയുടെ ഉപ്പേരി, ചമ്മന്തി, ഓംലെറ്റ്. അപ്പോൾ ഇന്നത്തെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഫുഡാണ്. പിന്നെ എന്താ പറയുക, അപ്പോൾ നിങ്ങൾക്ക് എന്താണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾ എന്തൊക്കെയാണ് കഴിച്ചതെന്ന് കൂടി താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ 4 മണി സമയമായപ്പോൾ ഒരു ഗ്ലാസ് ബ്ലാക്ക് കോഫി ഞാൻ കുടിച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഞാൻ ഒരു ഗ്ലാസ് ബ്ലാക്ക് കോഫി കുടിച്ചിട്ടുണ്ട്. പിന്നെ ഭക്ഷണം ഉച്ചത്തെ ചോറ് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ ഒരു ഗ്രീൻ ടീ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇപ്പോൾ കഴിക്കാൻ ചെറിയൊരു വിശപ്പ് തോന്നിയപ്പോൾ ഞാൻ റോബസ്റ്റ പാഴം ഞാൻ എടുത്തിട്ടുണ്ട്. ചെറിയ റോബസ്റ്റ പാഴമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വൈകുന്നേരം നമ്മളുടെ ലഞ്ചിൻ്റെ സമയം അത് 6:15 കൂടിയിട്ട് എൻ്റെ ഡിന്നർ ഞാൻ ക്ലോസ് ആക്കി. അപ്പോൾ ഞാൻ ഇതെടുത്തിട്ടുള്ളത് സൂചി ഗോതമ്പും ചെറുപയറും വെച്ചിട്ടുള്ള ഒരു കഞ്ഞിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ ഇതും കൂടി ഞാൻ അപ്ലോഡ് ചെയ്യാം. പിന്നെ അത് നമുക്ക് ഒരു 1 പോട്ട് മീലാക്കണ രീതിയിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി റെസിപ്പിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ ചോറ് ഒഴിവാക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു റെസിപ്പി കഴിക്കാം. ഈവനിങ് ഡിന്നറായിട്ടും കഴിക്കാം. നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് കഴിക്കാം. ഇതിൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.